വെൽക്കം ടു വെൽ ഫോക്കസ്. അപ്പോൾ നമ്മൾ 6th മോഡ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റമാണ്. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഓരോരോ അക്കൗണ്ടിനും സെപ്പറേറ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് കൺസേൺ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, കുറച്ച് ലെഡ്ജറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ ഒരു വലിയ ബിഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് കൺസേൺ ആണ്, ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്ന ഒരു ബിസിനസ് കൺസേൺ ആണെന്ന് വെക്കൂ. അപ്പോൾ എന്തായിരിക്കും, ലെഡ്ജറിൻ്റെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ബുക്സ് ഓഫ് ലെഡ്ജേഴ്സ് ഉണ്ടായിരിക്കും. ഒരു അക്കൗണ്ടിൽ തന്നെ ഒരുപാട് ബുക്സ് ഓഫ് ലെഡ്ജേഴ്സ് വരും. അപ്പോൾ ഒരു ചെറിയൊരു തെറ്റ് വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ബുക്സ് ഓഫ് ലെഡ്ജേഴ്സ് മൊത്തം നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എവിടെയാണ് എറർ എന്ന് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ അതും ഒരു ട്രാൻസാക്ഷൻ 2 എൻട്രി ഉണ്ട്, 2 ബുക്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ സെർച്ച് ചെയ്യണം. പക്ഷേ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ കൺട്രോൾ അക്കൗണ്ട്സിൽ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ടോട്ടൽ മാത്രം എന്ത് ചെയ്യുന്നു, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ ആ 2 ടോട്ടലും എന്ത് ചെയ്യണം, ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അർത്ഥമെറ്റിക്കൽ അക്യൂറസി ഉണ്ടാവും. അല്ലെങ്കിൽ തെറ്റ് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓരോ ബുക്സ് ഓഫ് അക്കൗണ്ടും പോയി തപ്പേണ്ട ആവശ്യമില്ല. ഈ കൺട്രോൾ അക്കൗണ്ട്സ് മറ്റേ അക്കൗണ്ട് ബാലൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ എന്താണ്, ഇൻഡിപെൻഡൻ്റ്ലി അക്കൗണ്ട്സ് എന്താണ് ബാലൻസ് ആവുകയാണ്, സെൽഫ്ലി ബാലൻസ് ആവുകയാണ്, നമ്മൾ ബാലൻസ് ചെയ്യാതെ തന്നെ. ആ ഒരു പ്രോസസ്സാണ് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. Self-balancing system of maintaining ledgers is a technique by which accounts are maintained as the balance of each ledger in such a manner as the balance of ledger when extracted is to made form a complete trial balance. Self-balance system എന്താണ് പറയുന്നത്, ടെക്നിക്കാണ്. എങ്ങനെയാണ് അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ ഒരു അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിലെ ബാലൻസസ് എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഫോം എ കംപ്ലീറ്റ് ട്രയൽ ബാലൻസ്. ആ ഒരു രീതിയിലായിരിക്കും അത് ലെഡ്ജർ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. അത് ഡെഫിനിഷനാണ്. ഇനി മീനിങ് നോക്കൂ. എ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം ഈസ് എൻ അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻ വിച്ച് സബ്സിഡറി ലെഡ്ജേഴ്സ് ലൈക്ക് സെയിൽസ് ലെഡ്ജർ ഓർ പർച്ചേസ് ലെഡ്ജർ ആർ മെയിൻറ്റെയിൻഡ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ദേ ആർ ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ടു ദ യൂസ് ഓഫ് കൺട്രോൾ അക്കൗണ്ട് ഇൻ ദ ജനറൽ ലെഡ്ജർ. അതായത് സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് സിസ്റ്റമാണ്. നമുക്ക് ഒരുപാട് സബ്സിഡറി ലെഡ്ജേഴ്സ് വരും. ഈ ലെഡ്ജേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ജനറൽ ലെഡ്ജറിലെ കൺട്രോൾ അക്കൗണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ചെയ്യണം. അതാണ് സെൽഫ് ബാലൻസ് സിസ്റ്റം. നിങ്ങൾക്കിത് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും, പക്ഷെ നമുക്കിതിൽ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് യു കൻ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് വെരി ക്ലിയർലി. ഓക്കെ, ദ സിസ്റ്റം എൻഷുവേഴ്സ് ദാറ്റ് എറേഴ്സ് ക്യാൻ ഡിറ്റക്റ്റഡ് ആൻഡ് കറക്റ്റഡ് ഈസിലി ആൻഡ് പ്രൊവൈഡ് ആൻ അഡീഷണൽ ചെക്ക് ഓൺ ദ അക്യൂറസി ഓഫ് ലെഡ്ജർ എൻട്രീസ്. ഈ സിസ്റ്റം എന്ത് ചെയ്യും, നമുക്ക് എറേഴ്സ് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത് എവിടെയാണെന്ന് വേഗം കണ്ടെത്താനും സെൽഫ് ബാലൻസിങ് സിസ്റ്റത്തിലൂടെ സാധിക്കും. മെയിനായിട്ട് സെൽഫ് ബാലൻസ് ലെഡ്ജർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈസിലി ആയിട്ട് നമുക്ക് എറർ ഡിറ്റക്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ഉള്ളൊരു മാർഗ്ഗം എന്ന രീതിയിൽ കൂടിയാണ്. ഓക്കെ, ഇനി വിത്ത് റൈസ് ഇൻ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ദ സൈസ് ഓഫ് ദ ലെഡ്ജർ ബിക്കം ഹെഫ്റ്റി ടു ലാർജ് നമ്പർ ഓഫ് അക്കൗണ്ട് ദിസ് ക്രിയേറ്റ് പ്രോബ്ലം ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്. ടു ഓവർകം ദ സിസ്റ്റം ഓഫ് മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് ഡിപ്ലോയ്ഡ് ഇൻവോൾവ് സ്പ്ലിറ്റിംഗ് ഓഫ് ലിങ്ക് സിംഗിൾ ലെഡ്ജർ. ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്. ജനറലി നമ്മൾ സെൽഫ് ബാലൻസ് സിസ്റ്റത്തിൽ മെയിൻലി 3 ലെഡ്ജേഴ്സ് ആണ് വരുന്നത്, 3 ലെഡ്ജേഴ്സാണ് വരുന്നത്. നൈംലി ഡെക്ടർ ലെഡ്ജർ, ക്രെഡിറ്റർ ലെഡ്ജർ ആൻഡ് മെയിൻ ലെഡ്ജർ അല്ലെങ്കിൽ ജനറൽ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഈ 3 ലെഡ്ജേഴ്സാണ് മെയിനായിട്ട് വരുന്നത്. ഇനി എന്താണ് സെൽഫ് ബാലൻസ് സിസ്റ്റത്തിൻ്റെ കീ ഫീച്ചേഴ്സ് വരുന്നത്, ഈ സബ്സിഡറി ലെഡ്ജർ ആസ് എ കറസ്പോണ്ടിങ് കൺട്രോൾ അക്കൗണ്ടിൻ്റെ ജനറൽ ലെഡ്ജർ. ഓരോ സബ്സിഡറി ലെഡ്ജേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ജനറൽ ലെഡ്ജർ എന്തിനാണ് ഒരു കൺട്രോൾ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ദെൻ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ബോത്ത് ദ സബ്സിഡറി ലെഡ്ജർ ആൻഡ് കൺട്രോൾ അക്കൗണ്ട്. സബ്സിഡറി ലെഡ്ജറിലും കൺട്രോൾ അക്കൗണ്ടും ട്രാൻസാക്ഷൻസ് എന്നിരിക്കണം റെക്കോർഡ് ചെയ്തിരിക്കണം. ദ ടോട്ടൽ ബാലൻസ് ഇൻ ദ സബ്സിഡറി ലെഡ്ജർ മസ്റ്റ് ഈക്വൽ ദ ബാലൻസ് ഇൻ കൺട്രോൾ അക്കൗണ്ട്. സബ്സിഡറി ലെഡ്ജേഴ്സിൽ വരുന്ന ടോട്ടൽ ബാലൻസ് കൺട്രോൾ അക്കൗണ്ട് വരുന്ന ടോട്ടൽ ബാലൻസുമായിട്ട് എന്ത് ചെയ്യണം, മാച്ച് ചെയ്ത് പോകണം. ഓക്കെ, എന്താണ് ഒന്നുകൂടി പറയാം. സെൽഫ് ബാലൻസിങ് സിസ്റ്റം അല്ലേ, സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം as an accounting system in which subsidiary books are maintained such a way that they automatically balance through the use of control accounts. The general ledger system ensures that errors can be detected and corrected easily and provides an additional check on the accuracy of ledger accounts. Generally 3 ledgers, namely debtor ledger, creditor ledger and main ledger, general ledger are prepared. ഓരോ സബ്സിഡറി ലെഡ്ജറിനും ഒരു കറസ്പോണ്ടിങ് കൺട്രോളിങ് ലെഡ്ജർ നമ്മൾ ജനറൽ ലെഡ്ജറിൽ പ്രിപ്പയർ ചെയ്യണം. ട്രാൻസാക്ഷൻസ് സബ്സിഡറി ലെഡ്ജറിലും കൺട്രോൾ അക്കൗണ്ടിലും എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാലൻസസ് സബ്സിഡറി ലെഡ്ജറിൽ വരുന്ന ബാലൻസ് കൺട്രോൾ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് എന്താണ്, ഈക്വൽ ആയിരിക്കണം. ഇനി വാട്ട്സ് ഒബ്ജക്റ്റ് ഓഫ് സെൽഫ് ബാലൻസ് ലെഡ്ജർ, എന്താണ് നമ്മളിങ്ങനെ സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്.
Self-balancing ledger system implies system of ledger keeping which classifies ledgers as per nature of transaction, namely sales ledger, board ledger, general ledger, etc., and also make them to balance independently. ഓക്കെ, ഓൾറെഡി പറഞ്ഞതായിരുന്നു, ഞാൻ റിപ്പീറ്റഡ്ലി എക്സ്പ്ലെയിൻ ചെയ്യാത്ത കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നതും കൂടിയാണല്ലോ അല്ലേ. നമ്മൾ നാച്ചുറൽ ട്രാൻസാക്ഷൻ രീതിയിൽ നിന്നുള്ള ലെഡ്ജേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്താ ലെഡ്ജേഴ്സിനെ എങ്ങനെയാണ് ഇൻഡിപെൻഡൻ്റ്ലി ബാലൻസ് ചെയ്യുന്ന തരത്തിൽ കൺട്രോൾ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടിട്ട് എന്ത് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ്ലി ബാലൻസ് ആവുന്ന തരത്തിൽ കൊണ്ടുവരണം. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സിസ്റ്റം ഇസ് ടു ഐഡൻറ്റിഫൈ എറേഴ്സ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദി ക്വിക്ക് ഡിറ്റക്ഷൻ വിത്ത് മിനിമം എഫേർട്ട്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. മേ ബി നമുക്കൊരു OMR വരാം അല്ലേ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സിസ്റ്റം. അപ്പോൾ നമുക്ക് പറയാം ഐഡൻറ്റിഫൈ എറേഴ്സ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദർ ക്വിക്ക് ഡിറ്റക്ഷൻ വിത്ത് മിനിമം എഫേർട്ട്. മിനിമം എഫേർട്ടിൽ നമുക്ക് എറേഴ്സ് കണ്ടുപിടിക്കാനും അതിൻ്റെ മനസ്സിലാക്കാനും ക്വിക്കായിട്ട് എവിടെയാണ് എറർ വന്നത് മനസ്സിലാക്കണം സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റത്തിലൂടെ സാധിക്കും. കാരണം നമുക്ക് ഒരുപാട് ബുക്സ് നോക്കണം ആവശ്യമില്ല. കൺട്രോൾ അക്കൗണ്ടും അതിൻ്റെ നേരെ വരുന്ന സബ്സിഡറി ലെഡ്ജർ മാത്രമേ കമ്പയർ ചെയ്താൽ വി കൻ അണ്ടർസ്റ്റാൻഡ് what is the error happen എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. In order to make ledger self-balancing, an extra account called general adjustment account. എന്ന് വെച്ചാൽ general adjustment account എന്ന് പറഞ്ഞാൽ കൺട്രോൾ അക്കൗണ്ട് തന്നെയാണ്. It's open in each sales ledger and board ledger. In order to make ledger self-balancing, an extra account called general adjustment account is open in each of sales ledger and board ledger. So mainly the objective system is to identify errors and to facilitate the quick detection with minimum effort. Working of the self-balancing system. Quite often the debit and credit relating to transactions are posted in different ledgers. അല്ലെ, സാധാരണ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ സംബന്ധിച്ചിടത്തോളം ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഡിഫറെൻറ്റ് ലെഡ്ജേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യും, എൻ്റർ ചെയ്യും. ദെൻ ഗുഡ്സ് സോൾഡ് ആൻഡ് ക്രെഡിറ്റ് ഇങ്ങനെ ട്രാൻസാക്ഷൻ ആയിട്ട് ഗുഡ്സ് ക്രെഡിറ്റിൽ സെയിലായി സോൾഡ് ചെയ്തു എന്നൊരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെയിൽസ് അക്കൗണ്ട് ജനറൽ ലെഡ്ജറിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. കറസ്പോണ്ടൻസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേഴ്സണൽ ലെഡ്ജറിൽ പോയിട്ട് ചെയ്യുന്നു. In such a case of ascertaining the correctness of posting in either of the ledgers, necessary to take out balances of both the ledgers. Thus, a mistake in one ledger will require checking of the balance in others as well. അപ്പോൾ നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ 2 ബുക്സിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കറക്റ്റ്നെസ് നമുക്ക് കൃത്യമായി ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടോ നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 ലെഡ്ജറിൻ്റെയും ബാലൻസ് നമ്മളെടുത്ത് പരിശോധിക്കണം. അല്ലെങ്കിൽ ഒരു ലെഡ്ജറിലാണ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും 2 ലെഡ്ജർ ബുക്ക് നമുക്കെടുത്ത് പരിശോധിക്കേണ്ട ആവശ്യം എന്തായിരുന്നു നോർമൽ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സെൽഫ് ബാലൻസിങ് ആണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. സച്ച് എ പൊസിഷൻ വുഡ് ബി അവോയ്ഡഡ് ഇഫ് എവറി ലെഡ്ജർ ഇസ് മെയ്ഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി അതർ. ഓരോ ലെഡ്ജറും മറ്റൊന്ന് വ്യത്യസ്തമായി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇതാക്കാം. ബൈ കൺവേഴ്സ് അക്സെപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഈച്ച് ലെഡ്ജർ ബീങ് പോസ്റ്റഡ് ഇൻ ടോട്ടൽസ് ടു കൺട്രോൾ അക്കൗണ്ട് സെറ്റപ്പ് ഇൻ ദ ലെഡ്ജർ സെറ്റ്. ആ ടോട്ടൽ എടുത്തിട്ട് നേരെ കൺട്രോൾ അക്കൗണ്ടിലോട്ട് മാറ്റുക. ഫുള്ളായിട്ട് ഇതാക്കാതെ നമുക്ക് ആ ടോട്ടൽ മാത്രം വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് എന്താകാൻ പറ്റും, എറർ എവിടെ നിന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈസിലി സാധിക്കും. If this is done, the correctness of individual balances in each ledger would be verified, extracting its balance and agreeing it with the balance of control accounting. ഒരു ലെഡ്ജറിൻ്റെ എക്സ്ട്രാക്ട് ചെയ്തില്ല മറ്റ് ടോട്ടൽ ബാലൻസ് കൺട്രോൾ അക്കൗണ്ട് ബാലൻസ് നമ്മൾ വെരിഫൈ ചെയ്താൽ നമുക്ക് എവിടെയാണ് എറർ, എങ്ങനെയാണ് അത് ഇതാക്കാന്നൊക്കെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. A ledger that has control account setup in it, it is referred to self balance ledger. ഒരു ലെഡ്ജറിൽ കൂടെ കൺട്രോൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൽഫ് ബാലൻസിങ് ലെഡ്ജർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൻ്റെ സൗണ്ട് ത്രോട്ട് കുറച്ച് പ്രശ്നമാണ്. It denotes that it is capable of being balanced independently, the balance in the control account being equal to the individual balance. അതായത് ഒരു ലെഡ്ജറിൻ്റെ ഇൻഡിവിജ്വൽ ബാലൻസും കൺട്രോൾ അക്കൗണ്ട് ബാലൻസും ഈക്വൽ ആകുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ഇൻഡിപെൻഡൻ്റ് ബാലൻസ്ഡ് ആയി പോയി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് കൺട്രോൾ അക്കൗണ്ട്. വാട്ട് ഈസ് കൺട്രോൾ അക്കൗണ്ട്? നമ്മൾ ഇത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൺട്രോൾ അക്കൗണ്ട് എന്ന് ഒരുപാട് ഇതിൽ പറഞ്ഞു. സോ വാട്ട് ഈസ് കൺട്രോൾ അക്കൗണ്ട്? ലെറ്റ്സ് ലുക്ക്. ആൻഡ് എ കൺട്രോൾ അക്കൗണ്ട് ഇസ് എ ജനറൽ അക്കൗണ്ട് എന്നാണ് കേട്ടോ. ജനറൽ ലെഡ്ജർ അക്കൗണ്ട് എന്നാണത്. എ കൺട്രോൾ അക്കൗണ്ട് ഇസ് എ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് കണ്ടെയ്നിങ് ഓൺലി സമ്മറി അക്കൗണ്ട്. സമ്മറി അക്കൗണ്ട്സ് മാത്രമാണ് കൺട്രോൾ അക്കൗണ്ട് വരുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എവിടെ എഴുതില്ല, കൺട്രോൾ അക്കൗണ്ടിൽ എഴുതില്ല. സമ്മറി ഓഫ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എഴുതുള്ളൂ. സമ്മറി ഓഫ് അക്കൗണ്ട്സ് മാത്രമേ കൺട്രോൾ അക്കൗണ്ടിൽ ഉൾക്കൊള്ളിക്കുള്ളൂ. The details for each control will be found in related subsidiary ledger. ആ ഒരു കൺട്രോൾ അക്കൗണ്ടിൽ ഉൾക്കൊള്ളിച്ച ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും, സബ്സിഡിയറി ലെഡ്ജറിലാണ് നമ്മൾ കിട്ടുക. In self-balancing ledger system, each ledger is maintained with separate total or control account
A control account is a summary account, the general ledger, that shows the total balances of individual accounts maintained subsidiary ledgers. സെൽഫ് ബാലൻസിങ് ലെഡ്ജർ സിസ്റ്റത്തിൽ ഓരോ ലെഡ്ജറിനും എന്തുണ്ടായിരിക്കും, ഒരു ടോട്ടൽ അല്ലെങ്കിൽ കൺട്രോൾ അക്കൗണ്ട് ആയിരിക്കും. അതായത് ഈ ലെഡ്ജേഴ്സിൻ്റെ ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ ബാലൻസ് ആയിരിക്കും കൺട്രോൾ അക്കൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ കൺട്രോൾ അക്കൗണ്ട് എന്തായിരിക്കും, ആ ജനറൽ ലെഡ്ജറിൻ്റെ സമ്മറി അക്കൗണ്ട് ആയിരിക്കും. ദാറ്റ് ഷോസ് ദ ടോട്ടൽ ബാലൻസ് ഓഫ് ഇൻഡിവിജ്വൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ഇൻ ദ സബ്സിഡിയറി ലെഡ്ജേഴ്സ്. അപ്പോൾ എന്താണ് കൺട്രോൾ അക്കൗണ്ട്? കൺട്രോൾ അക്കൗണ്ട് ഈസ് എ ജനറൽ ലെഡ്ജർ അക്കൗണ്ട് containing only summary account. The details of which control will be found in related subsidiary books. Okay. Self balance in this ledger system, each ledger is maintained with separate total or control account. A control account is a summary account in the general ledger that shows the total balances of individual account maintained in the subsidiary ledgers. What is the purpose? What is the purpose of this? The main purpose of control account is to help maintain arithmetic accuracy. എന്താണ് arithmetic accuracy maintain ചെയ്യുക and enable detection of errors within each ledger. They facilitate internal control by allowing for regular reconciliation. അപ്പോൾ ഒന്നുമില്ല, എന്തൊക്കെയാണ്? ഒന്ന്, arithmetic accuracy മെയിൻറ്റെയിൻ ചെയ്യുക. രണ്ട്, നമുക്ക് എന്ത് എറേഴ്സ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ് പേർപ്പസ് ഓഫ് കൺട്രോൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് കൺട്രോൾ അക്കൗണ്ട്: സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഒരു ടൈപ്പ്, അല്ലെങ്കിൽ ഡെക്ടോസ് കൺട്രോൾ അക്കൗണ്ട് എന്ന് പറയും. ഇതെന്തായാലും ക്രെഡിറ്റ് കസ്റ്റമേഴ്സിനെ കുറിച്ചുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൽ സമ്മറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻക്ലൂഡ് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ്, ടോട്ടൽ ക്യാഷ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്, റിട്ടേൺ ഇൻവോയ്സ്, ബാഡ് ഡെറ്റ്, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ പേർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടാണ്. ക്രെഡിറ്റേഴ്സ് കൺട്രോൾ അക്കൗണ്ട് ക്രെഡിറ്റ് സപ്ലൈസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ആ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസും ക്യാഷ് പെയ്ഡും ഡിസ്കൗണ്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. ഈ കീ ഫീച്ചേഴ്സ് എന്താണ്? Each subsidiary ledger is a self-balancing with its own control account. ഓരോ സബ്സിഡിയറി ലെഡ്ജേഴ്സും ഇതിൻ്റെ ഓൺ കൺട്രോൾ അക്കൗണ്ട് വെച്ചിട്ട് എന്തായിരിക്കും, സെൽഫ് ബാലൻസ്ഡ് ആയിരിക്കും. കൺട്രോൾ അക്കൗണ്ട്സ് ദ ജനറൽ ലെഡ്ജർ ആർ യൂസ്ഡ് ടു മെഷർ ദ ടോട്ടൽസ് ഓഫ് ബാലൻസ് ഇൻ ദ സബ്സിഡിയറി ലെഡ്ജേഴ്സ്. സബ്സിഡിയറി ലെഡ്ജേഴ്സിലെ ബാലൻസസ്, ടോട്ടൽ ഓഫ് ബാലൻസസ് മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ ലെഡ്ജറിൽ കൺട്രോൾ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ അക്കൗണ്ട് ജനറൽ ലെഡ്ജർ ആർ യൂസ്ഡ് ടു മെഷർ ദ ടോട്ടൽ ഓഫ് ബാലൻസസ് ഇൻ ദ സബ്സിഡിയറി ലെഡ്ജേഴ്സ്. System helps detect errors like omission, duplication, and incorrect posting. Benefits and the simplifies financial reporting, enhance internal control, allow division of accounting work, makes locating error easier. പിന്നെ മറ്റൊരു കോൺസെപ്റ്റ് വരുന്നത് സെക്ഷണൽ ബാലൻസിങ് ആണ്. Sectional balancing is an accounting method used in self-balancing system where the general ledger is balanced, but the subsidiary ledgers such as sales ledger, purchase ledger are not balanced individually. Instead, control account for each section are maintained in the general ledger to ensure overall accuracy. അപ്പോൾ സെക്ഷണൽ ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് ബാലൻസിങ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് മെത്തേഡാണ്. ജനറൽ ലെഡ്ജർ നമ്മൾ ബാലൻസ് ചെയ്യും, പക്ഷേ സബ്സിഡിയറി ലെഡ്ജേഴ്സ് എന്ത് ചെയ്യും, അങ്ങനെ ഇൻഡിവിജ്വലി ബാലൻസ് ചെയ്യില്ല. അതിന് വരെ എന്തെങ്കിലും കൺട്രോൾ അക്കൗണ്ട്, ഓരോ സെക്ഷനുള്ള കൺട്രോൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അക്യുറസി എൻഷുർ ചെയ്യും. ഓരോ സെക്ഷനുള്ള കൺട്രോൾ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും ജനറൽ ലെഡ്ജറിൽ. എന്നിട്ട് അത് പ്രകാരം ഓവറോൾ അക്യുറസി ചെയ്യും. അതിനാണ് സെക്ഷണൽ ബാലൻസിങ് എന്ന് പറയുന്നത്. അത് ജനറൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ജനറൽ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. പക്ഷേ സബ്സിഡിയറി അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യില്ല, ബാലൻസ് ചെയ്യില്ല. അതിന് പകരം എന്ത് ചെയ്യും, ഓരോ സബ്സിഡിയറി അക്കൗണ്ടിലും കൺട്രോൾ അക്കൗണ്ട്സ് വയ്ക്കും, ഓരോ സെക്ഷനും, ഈച്ച് സെക്ഷനിലും. അങ്ങനെ അത് അക്യുറസി അറ്റൈൻ ചെയ്യും. Only the ledger or general ledger is maintained in a self-balancing form. Sales ledger, purchase do not have their own balancing account. Sales ledger, control account, purchase ledger, control account are maintained in the general ledger to summarize transaction. ഇങ്ങനെയാണ്. ഒന്നുകൂടി നോക്കൂ, ജനറൽ ലെഡ്ജറും സെൽഫ് ബാലൻസ് സിസ്റ്റത്തിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. സെയിൽസ് ലെഡ്ജറും പർച്ചേസ് ലെഡ്ജർക്കും ഓൺ ബാലൻസിങ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കില്ല. അതിന് പകരം എന്തായിരിക്കും, സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടും പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടും ജനറൽ ലെഡ്ജറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു ടു സമ്മറൈസ് ദ ട്രാൻസാക്ഷൻസ്. സെയിൽസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് സമ്മറൈസ് ട്രാൻസാക്ഷൻ വിത്ത് ദ ക്രെഡിറ്റ് കസ്റ്റമേഴ്സ്, ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ്, റിട്ടേൺസ്, ഇൻവോയ്സ്, ഡിസ്കൗണ്ട് അലൗഡ്. പർച്ചേസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് സമ്മറൈസ് ട്രാൻസാക്ഷൻസ് വിത്ത് ക്രെഡിറ്റ് സപ്ലൈസ്, ക്രെഡിറ്റ് പർച്ചേസ്, പേയ്മെൻറ്റ്സ് മേഡ്, റിട്ടേൺ ഔട്ട്വേർഡ്സ്, ഡിസ്കൗണ്ട് റിസീവ്ഡ് എക്സെട്ര. അഡ്വാൻറ്റേജ് നമുക്ക് ഇതുവരെ പറഞ്ഞ പോലെ തന്നെയാണ്, റെഡ്യൂസസ് ദ വർക്ക് ലോഡ് ഓഫ് ബാലൻസിങ് ഈച്ച് ലെഡ്ജർ ഇൻഡിവിജ്വലി. ഓരോ ലെഡ്ജറും ഇൻഡിവിജ്വലി ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഒരു വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റും. ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് മോർ ഈസിലി ബൈ റിക്കവറിംഗ് കൺട്രോൾ അക്കൗണ്ട്. എൻഷുർ ദ ജനറൽ ലെഡ്ജർ റിമെയിൻസ് അക്യുറേറ്റ് ആൻഡ് അപ് ടു ഡേറ്റ്.
ഡിഫറൻസ് ഫ്രം ഫുൾ സെൽഫ് ബാലൻസിങ് സിസ്റ്റം. ഇൻ ഫുൾ സെൽഫ് ബാലൻസിങ് സിസ്റ്റം ഈച്ച് ലെഡ്ജർ ആസ് ഇറ്റ്സ് ഓൺ കൺട്രോൾ അക്കൗണ്ട്. ഓരോ ലെഡ്ജറിനും കൺട്രോൾ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ആൻഡ് സെൽഫ് ബാലൻസിങ്. സെക്ഷണൽ ബാലൻസിങ്ങിൽ ജനറൽ ലെഡ്ജർ മാത്രമേ സെൽഫ് ബാലൻസ് ചെയ്യുള്ളൂ. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, പക്ഷെ കുഴപ്പമില്ല. നമുക്ക് പ്രോബ്ലംസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഓക്കെ.